ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കാൻ CPM-ൻ്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. അതവർ എന്നൊന്നും ഞാൻ പറയില്ല. ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ്. ശിവൻകുട്ടി മാന്യ സുഹൃത്താണ്. ശിവൻകുട്ടി CPM നേതാവാണ്. ശിവൻകുട്ടി ആധുനികനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്. എല്ലാമാണ്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ ഞാനില്ല. ശിവൻകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത്? PMCയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJP രാഷ്ട്രീയമാണ്. അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം അതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. CPIയുടെ നിലപാടായിരിക്കും LDF-നും അതായിരിക്കും സ്വീകാര്യം. എന്തായാലും CPM-ന് അത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. SSKയും PMCയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ നിയമപരമായി നേരിട്ടേ തീരൂ. ആ രാഷ്ട്രീയം LDF-നുണ്ട്. ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടും. രാഷ്ട്രീയ വിജയം അവകാശപ്പെടുന്നത് ശരിയല്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. രാഷ്ട്രീയ വിജയം ആർക്കാണെന്നും പറയാൻ കഴിയുന്ന കാര്യമായിട്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പലവട്ടം എന്നോട് ചോദിച്ചു, നമ്മളെല്ലാം ചോദിച്ചു, ഈ വിജയം CPIയുടെ വിജയമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോൽ വെച്ച് ഇത് അളക്കാൻ ഞങ്ങളില്ല. ആണെൻ്റെ വാചകം, ഞങ്ങളില്ല. നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, CPI പറയും, ഇത് LDF-ൻ്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയും. ഞാൻ കൂട്ടിച്ചേർത്തു, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, LDF-ൻ്റെ ഐഡിയോളജിയുടെ വിജയം, LDF-ൻ്റെ ഐക്യത്തിൻ്റെ വിജയം. ഞാൻ പറഞ്ഞത് അവിടെയാണ് CPI ഇപ്പോഴും നിൽക്കുന്നത്. വരവണ്ണം മാറാതെ, ലെവലേശം തെറ്റാതെ CPI പറയുന്നു, ഈ കത്തെഴുതിയ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും CPIയുടെയും CPM-ൻ്റെയും അടക്കം LDF-ൻ്റെ വിജയമാണ്, രാഷ്ട്രീയ വിജയമാണ്. ആ രാഷ്ട്രീയ വിജയം LDF-ൻ്റെ രാഷ്ട്രീയ ആശയത്തിൻ്റെ വിജയമാണ്. അത് ഇന്ത്യയിലെമ്പാടും PMCക്കെതിരെ പടപെട്ടുന്ന വമ്പിച്ച രാഷ്ട്രീയ ബോധമുള്ള അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും വിജയമാണ്. അത് പറയുമ്പോൾ ഞാൻ AISF-നെ കാണുന്നു, SFI-യെ കാണുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാരണമാണെങ്കിലും ശരി, ഈ സമയത്ത് ആര് പ്രകോപനമുണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടിയാണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല. CPIക്ക് വലുത് LDF രാഷ്ട്രീയമാണ്, LDF വിജയമാണ്. അത് ഉപസമിതിക്ക് ഗൗരവമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഉപസമിതി കൺവീനറായ ശിവൻകുട്ടിക്ക് ആ ബോധ്യമുണ്ടാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നൊരു കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പറയാനുണ്ടാകുമെന്ന് കൂടിയില്ല. നല്ല കാര്യം അദ്ദേഹം പറയട്ടെ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI LDF രാഷ്ട്രീയത്തിൻ്റെ ഐക്യത്തിനോ വിജയത്തിനോ ഭംഗമുണ്ടാക്കുന്ന ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. അതേപ്പറ്റി CPI പറയട്ടെ, ഞാൻ പറയുന്നില്ല.